ഞാനിപ്പോ പറയാൻ പോകുന്നതേ ആൺപിള്ളേരെ കുറിച്ച്. ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഈ നമ്മളെല്ലാവരും പറയില്ലേ, പെണ്ണുങ്ങൾക്ക് വിഷമം വന്നാല് അല്ലെങ്കിൽ വേദന വന്നാല് ദേഷ്യം വന്നാല് മെൻസസ് ആയിട്ടാണ് അല്ലെങ്കിൽ PCOD കാരണമാണ്, അങ്ങനെ പെണ്ണുങ്ങൾക്ക് പല കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ PCOD അല്ലെങ്കിൽ പീരീഡ്സാ ഒന്നുമില്ലാത്ത ആൺപിള്ളേർക്ക് എന്തോരം വിഷമമുണ്ട്. അവരൊന്ന് ചൂടായാലാ അല്ലെങ്കിൽ ആണുങ്ങൾ വീട്ടിൽ പണി കഴിഞ്ഞ് വരുമ്പോൾ ഇത്തിരി കള്ളൊക്കെ കുടിച്ച് വരുന്ന നല്ലവരായ ആളുകളുണ്ട് കേട്ടാ. ആണുങ്ങളോട് നമ്മൾ എത്രമാത്രം ചൂടാവാറുണ്ട്. ഭാര്യമാര്, അമ്മമാര്, സഹോദരന്മാര്, അച്ഛന്മാര്, അവരുടെയൊക്കെ വേദന നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? എനിക്കിത് പറയുമ്പോൾ സങ്കടം വരാൻ കാരണം എന്താണെന്നറിയോ? രാവിലെ ഒരു 6 മണി 5:30 ആകുമ്പോൾ എൻ്റെ ചേട്ടൻ വീട്ടിൽ നിന്ന് പോകും. ഒരു ഗ്ലാസ് ചായ വരെ എന്നെ കൊണ്ട് വെപ്പിക്കില്ല. ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് കെടുത്തു. കൈയൊക്കെ ഈ 3 പേരിലൊക്കെ ചില സമയങ്ങളിൽ കല്ല് പണിയാണ്, ആൾക്ക് കരിങ്കല്ല് പണിയാണ്. അറ്റ് പൊട്ടിയിട്ടുണ്ടാവും. എന്നാലും പിറ്റത്തെ ദിവസം ആള് പണിക്ക് പോകും. ഈ ഏപ്രിൽ വിഷുവിന്റെ സമയത്ത് 14-ാം തീയതി ആക്സിഡന്റ് ഉണ്ടായി. കാല് ശരിക്കും പറഞ്ഞാൽ പൊളിഞ്ഞ് തമ്പോറായി. എന്നിട്ട് ആള് പിറ്റേ ദിവസം പണിക്ക് പോകാൻ നിന്നു, കാലൊക്കെ നീര് വെച്ചിട്ടിരിക്കണേ. അപ്പൊ ഞാനും മോനും പറഞ്ഞ് പണിക്ക് പോകരുതെന്ന്. 5 ദിവസമാണ് ആള് വീട്ടിലിരുന്നത്. ആ നീരും പഴുപ്പും മുറിവുള്ള ഡോക്ടറെയൊക്കെ കാണിച്ച് മരുന്നൊക്കെ ചെയ്തു. ആ കാലം കൊണ്ട് ആള് ഇപ്പോഴും പണിക്ക് പോകുന്നുണ്ട്. ഞാൻ പറയും പോകണ്ടാന്ന്. അതുപോലെ തന്നെ എന്റെ മോനായാലും ഞാൻ അറിയുന്ന ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടൻ കണ്ണിൽ ലെൻസ് വെച്ചിട്ടാണ് ആള് ജോലിക്ക് കുക്കാണ്. പക്ഷെ ആളിപ്പൊ എന്റെ ഹെൽപ്പറായിട്ട് നിൽക്കണ്. കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞ് ആൾക്ക് വയ്യാത്ത ആളാ. പുകടിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. വീട്ടിൽ നിന്ന് വൈഫ് വിളിച്ചിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കും. അപ്പൊ ഞാൻ ആലോചിക്കുന്നതേ, വാടക കൊടുക്കേണ്ട കാര്യത്തിനാണ്. അത് ഭാര്യമാർക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയും. ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഭാര്യമാരായാലും അമ്മമാരായാലും പെങ്ങന്മാരായാലും മനസ്സിലാക്കാം. അവർക്കൊരു മനസ്സുണ്ട്, വേദനിക്കുന്ന ഒരു മനസ്സുണ്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളും വീട്ടിലത്തെ അറിയാം. നമ്മളൊന്ന് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാത്തിനും കുറ്റപ്പെടുത്തല. എനിക്ക് സങ്കടം വരുന്നത്. ഇപ്പോഴും എന്റെ ചേട്ടൻ പണിക്ക് പോവാണ്. ഞാൻ പറഞ്ഞു പോവണ്ടാന്ന്. അപ്പൊ ആള് പറയും ഞാൻ പോവാതിരുന്നിട്ട് എന്താ കാര്യം, അത്രയും ദിവസത്തെ പണിക്കാശ് കിട്ടില്ലല്ലോ, നമുക്ക് ജീവിക്കാനല്ലേ, ഹാപ്പി ആയിട്ടിരിക്കാനല്ലേ. എന്റെ മോനെ കറങ്ങാൻ പോകുമ്പോ പൈസ വേണ്ടേ, അടിച്ചു വിളിക്കും. നമ്മൾ അവരെ മനസ്സിലാക്കുക, അവരെ വേദനിപ്പിക്കാതിരിക്കുക, ഒന്ന് ചേർത്ത് പിടിക്കുക. അത്രേ വേണ്ട അവർക്ക്. അവര് നിങ്ങൾ പറയാൻ പറ്റുന്നില്ല സങ്കടം. നമ്മൾ അവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എനിക്ക് പുലർച്ചെ ജോലിക്ക് പോകണ കാരണം മുടക്കുള്ള ദിവസങ്ങൾ എന്നോട് കൂടുതൽ സമയം കിടന്ന് ഉറങ്ങിക്കോന്ന് പറയും. ആ മനുഷ്യൻ ജോലിക്ക് പോകുന്നതാ. നമ്മുടെയൊക്കെ ഭർത്താക്കന്മാരെ നമ്മൾ മനസ്സിലാക്കുക. കൂടപ്പിറപ്പുകൾ, ആങ്ങളമാര്, ആൺപിള്ളേരെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർക്ക് വേദനിക്കുന്ന ഒരു മനസ്സുണ്ട്. അവർക്ക് നമ്മളെപ്പോലെ പൊട്ടിക്കരയാൻ പറ്റില്ല. ചിലപ്പോൾ അവരുടെ വിഷമങ്ങളായിരിക്കാം അവര് ദേഷ്യത്തോടു കൂടി നമ്മളോട് പ്രകടിപ്പിക്കുന്നത്. ഒന്ന് ചേർത്ത് പിടിക്കുക. അവര് വല്ലാണ്ട് വയലന്റ് ആവുമ്പോൾ നിങ്ങൾ അവരോടത്ത് പ്രതികരിക്കുകയാണത് എങ്ങനെയാണെന്ന് അറിയാം പ്രതികരിക്കേണ്ടത്. അവരൊന്ന് ഹഗ് ചെയ്യുക. ചേട്ടാ ഒന്ന് ഹഗ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ മോനെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ കൂടപ്പിറപ്പ ഫ്രണ്ടായാലും ഒന്ന് ഹഗ് ചെയ്യുക. ഇഷ്ടപ്പെടണോ? എല്ലാവർക്കും ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാ. നിങ്ങൾക്ക് ഇഷ്ടമായ ഉൾക്കൊള്ളാം, ഇല്ലെങ്കിൽ തട്ടിക്കളയാം. ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് എന്റെ ഫീലിങ്സ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറെ ആളുകളെ കാണുന്നു, കുറെ പേരെ കൂടി ജോലി ചെയ്യുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിലായാലും എനിക്ക് ഇതിനെ കുറിച്ച് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുള്ള അറിവുണ്ട്. മനസ്സിലാക്കുക, ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. ആണായാലും പെണ്ണായാലും വേദനകളും വിഷമങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. ഫുള്ളായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റണില്ല. ഇപ്പൊ ഞാൻ എന്റെ കൺമുമ്പിൽ കാണുന്ന ഓരോ അനുഭവങ്ങളാണ് ഞാൻ വെക്കുന്നത്. ഞാൻ എന്തിനാ ഇത് വന്ന് സോഷ്യൽ മീഡിയയിൽ പറയണത്? നിനക്ക് നിന്റെ വീട്ടിൽ പറഞ്ഞൂടെ എന്ന് പറയണവർക്ക് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു പ്രചോദനം വരാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ 40 പ്രാവശ്യം വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്.